ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ട്വിസ്റ്റ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 73ാമത്തെ പാർട്ടാണേ. ട്വിസ്റ്റ് കുറച്ച് ഓവറായെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോട്ടാ. ഓഫീസിൽ നിന്നും കോള് വന്നപ്പോൾ ദത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. താൻ തന്നെ പോവേണ്ട കാര്യങ്ങൾ ഉള്ള കാരണമാണ് തിരക്കിട്ടിറങ്ങിയത്. അവർക്ക് വർക്ക് കഴിയുമ്പോഴത്തേക്കും നേരെ 6 മണിയായിരുന്നു. അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സ്റ്റാഫുകളും എല്ലാവരും പോയിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ അവൻ്റെ മനസ്സ് മുഴുവൻ വർണ്ണയായിരുന്നു. അവളെ രാവിലെ തല്ലി പഠിപ്പിച്ചതിന് അവനും സങ്കടം തോന്നിയിരുന്നു. ഒരു സോറി പോലും പറയാൻ പറ്റാതെ ഓഫീസിൽ വരേണ്ടിയും വന്നു. അവൻ ഓരോന്ന് ആലോചിച്ച് വീടെത്തിയതും അറിഞ്ഞില്ല. ഡ്രൈവർ വിളിച്ചത് അവൻ ഞെട്ടി എണീറ്റു. മുറ്റത്ത് ധ്രുവിയുടെ കാർ വന്ന് കിടപ്പുണ്ട്. ഇവൻ ഇതുവരെ പോയില്ലല്ലോ. ചിലപ്പോൾ പാർവതി വരാൻ കാത്തു നിന്നതായിരിക്കും. എന്നാലും അവൾ 4:30-5 മണിയായി എത്തിക്കാണുമല്ലോ. എന്നിട്ട് ഇവന് പോവാറായില്ലേ? ദത്തൻ ഓരോന്നാലോചിച്ച് അകത്തേക്ക് കയറിയത്. ഹാളിൽ തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട്. സെറ്റിയിലായി ഷീലു ഇരിക്കുന്നുണ്ട്. അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന ചോര തുടച്ച് കിളുകയും ചെയ്യാണ് ധ്രുവി. ഷീലു! ദത്തൻ ഓടി അവളുടെ അടുത്തെത്തി. അവളുടെ മുന്നിലായി ഫ്ലോറിൽ മുട്ടുകുത്തിയിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയേ? സ്റ്റെയറിന് മോളിൽ നിന്നൊന്ന് വീണതാ ദേവാ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. ചെറിയൊരു മുറിവുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിലും കുട്ടിക്കളി കളിച്ചല്ലേ നടപ്പ്. വീണില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ധ്രുവി മുറി കെട്ടിക്കൊണ്ട് എണീറ്റു. അല്ല ഏട്ടാ, എന്നാരോ തള്ളിയതാ. സത്യേട്ടാ, ഞാൻ പറഞ്ഞ സത്യാ. ഇവരാരും വിശ്വസിക്കുന്നില്ല. ഏട്ടനെങ്കിലും വിശ്വസിക്കേ. ഷീല് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദത്തൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് എണീറ്റു. ആരാണെങ്കിലും സത്യം പറയുന്നതാണ് നല്ലത്, ദത്തൻ കൈ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അറിയാതെ ചെയ്താണെങ്കിൽ പോലും നിങ്ങൾക്ക് തുറന്നു പറയാം. ഞങ്ങളായി കണ്ടുപിടിച്ചാൽ പിന്നെ ഉള്ള കാര്യം പറയണ്ടല്ലോ. പാർത്ഥിവും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. പക്ഷെ ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ചെയ്തത്. എന്താ ശീലം ശരിക്കും ഉണ്ടായേ? എനിക്കറിയില്ല ഏട്ടാ. ഞാൻ പറഞ്ഞേ വിളിക്കാൻ റൂമിലേക്ക് വന്നതാ. പക്ഷെ അവളെ റൂമിൽ കണ്ടില്ല. അതുകൊണ്ട് തിരിച്ച് താഴേക്ക് വരികയായിരുന്നു. ആരും എന്നെ പിന്നെ തള്ളി. ഞാൻ താഴെ വീണു. ഞാൻ പുറത്തുനിന്ന് വരുമ്പോഴാണ് താഴെ ഷീല് ബോധമില്ലാതെ കിടക്കുന്ന കണ്ടേ, പാർത്ഥി പറഞ്ഞു. അപ്പം ആർക്കും സത്യം പറയാൻ പറ്റില്ല അല്ലേ? ഈ വീട്ടിലുള്ള ആള് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദത്തൻ്റെ ശബ്ദം ഹാളിലാകെ മുഴങ്ങി. സത്യം പറയാൻ ഞാനാ ചെയ്ത്. അത് പറഞ്ഞ ആളെ കണ്ട എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം നിറഞ്ഞു. ഞാൻ അവളെ തള്ളിയിട്ട്. വർണ്ണ! ദത്തൻ്റെ ശബ്ദം ഉയർന്നു. അതേ ദത്ത, ഞാനാ ചെയ്തേ. നീ വെറുതെ കള്ളം പറയണ്ട. ദത്തൻ അവളുടെ തോളിൽ തട്ടി കുലുക്കി. ഇല്ല ദത്ത, സത്യാ. ഡി, ഇനി നീ കള്ളം പറഞ്ഞ. ദത്തൻ അവളെ പിള്ളിയിലേക്ക് തള്ളി. ഞാനാ ചെയ്തേ. അവൾ വീണ്ടും ആവർത്തിച്ചതും ദത്തൻ അവളെ അടിക്കാനായിട്ട് അരികിലേക്ക് വന്നു. ദേവ, നീയൊന്ന് അടങ്ങ്, ഞാൻ ചോദിക്കാം. നീ ഇവിടെ ഇരുന്നേ. ദത്തനെ പാർത്ഥി സെറ്റിയിലേക്ക് ഇരുത്തി. ദത്തൻ തലയിലേക്ക് താങ്ങിക്കൊണ്ട് ഇരുന്നു. പാർത്ഥി നടന്നു വർണ്ണയ്ക്ക് അരികിൽ വന്നു. വർണ്ണ എന്തിനാ അങ്ങനെ ചെയ്തേ? പാർത്ഥി സമാധാനത്തോടെ ചോദിച്ചു. ഞാനും ശീലും തമ്മിൽ 2-3 ദിവസമായിട്ട് വഴക്കായിരുന്നല്ലോ. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തേ. വർണ്ണ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞ ഇങ്ങനെ ചെയ്തേ? അത് നമ്മുടെ ശീലുവിനോട്. ഞങ്ങളിൽ ഒരാളായിട്ടല്ലേ നിന്നെയും കണ്ട്. എത്ര വഴക്കിട്ടാലും അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നില്ലേ നമ്മുടെ സ്നേഹം. എന്നിട്ട് നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അതോ ഈ സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നാ? ഭദ്ര അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു. ഉത്തരം പറ വർണ്ണ.
തല താഴ്ത്തി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വർണ്ണയെ നോക്കി ഭദ്ര ചോദിച്ചുവെങ്കിലും അവൾ അതേപടി നിൽക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞു, ഇനി നീ ഞങ്ങളുടെ ഇടയിലില്ല. നിന്റെ തല കുനിച്ചൊന്നും മിണ്ടാതെയുള്ള നിൽപ്പിൽ നിന്നു തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഇനി നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും നീ പുറത്തുനിന്ന് വന്നു കയറിയല്ലോ അല്ലേ. ആ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തത് ഞങ്ങളുടെ തെറ്റ്. അവൾ കൈകൂപ്പി പറഞ്ഞ് തിരിഞ്ഞു നടന്നു. വർണ്ണ ആർക്കു വേണ്ടിയ കള്ളം പറയുന്നേ? പാർത്തി ചോദിച്ചു. കള്ളല്ല ഏട്ടാ, ഞാൻ ഇവിടുന്ന് വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ ആയിരുന്നു ഷീല് വീണത്. ആ സമയം വർണ്ണ എന്നോട് ഫോണിൽ സംസാരിക്കായിരുന്നില്ലേ. ആമിയെ വീട്ടിലാക്കിയ കാര്യം സംസാരിച്ചു. ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനിടയിൽ നീ എങ്ങനെ ഇവിടെ വന്ന് ഷീലുവിനെ തള്ളിയിടും? ഏട്ടനോട് സംസാരിച്ചു കഴിഞ്ഞ് കോള് കട്ട് ചെയ്ത് മുകളിലെ വരാന്തയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഷീലു സ്റ്റെയർ ഇറങ്ങി വരുന്നത് കണ്ടേ. ഞാൻ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അതാണ് നല്ല സമയമെന്ന് നോക്കി അവളെ പിന്നിൽ നിന്ന് തള്ളി. അവൾ തല കുനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഡീ ഞാൻ നിന്നോട് സത്യം പറയാനല്ലോടി പറഞ്ഞേ. ദാത്തൻ ദേഷ്യത്തിൽ അവൾക്ക് നേരെ പറഞ്ഞതും ധ്രുവി അവനെ പിടിച്ചു നിർത്തി. ഇനി എന്ത് സത്യം അറിയാനാ? അവള് തന്നെ എല്ലാം പറഞ്ഞില്ലേ. തെരുവിൽ കിടക്കുന്നതിനൊക്കെ തറവാട്ടെ പിടിച്ച് കയറ്റിയാൽ ഇങ്ങനെ ഇരിക്കും. പാല് കൊടുത്ത കൈക്ക് തന്നെ അവള് കൊത്തിയില്ലേ. മാലതി വർണ്ണയെ നോക്കി പൂച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, മതി, ഇനി ഇവളെ നിർത്തരുത്. ഇവളിപ്പം ഇറങ്ങണം. ഇവിടുത്തെ കുട്ടിയെ വേദനിപ്പിച്ച് ഇവളിവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. മാലതി അത് പറഞ്ഞതും വർണ്ണ തല ഉയർത്തി ദത്തനെ നോക്കി. അവനൊന്നും മിണ്ടാതെ അകലേക്ക് നോക്കി നിൽക്കുകയാണ്. വർണ്ണയല്ല അത് ചെയ്ത്. ശബ്ദം കേട്ട എല്ലാവരും ദത്തൻ്റെ അമ്മയെ നോക്കി. പിന്നാരാ? മുത്തശ്ശി ചോദിച്ചു. ഇവളോ ഇത് ചെയ്തത്? എൻ്റെ മോളെയൊക്കെ കൂടുതൽ സ്നേഹിച്ചു വളർത്തിയത് ഇവളെയാണ്. എന്നിട്ട് ഇവള് തന്നെ എൻ്റെ കുട്ടീനെ. അവർ ഷീലുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷീലു ആശ്ചര്യത്തോടെ അമ്മയെ നോക്കി. അതമ്മ പാർവതിക്ക് എതിരായി സംസാരിച്ചുകൊണ്ടാണെന്ന് മാത്രം. നീയല്ലേ പാർവതി അത് ചെയ്തത്? എനിക്കറിയാം. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ തല കുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അമ്മ അത് ചോദിച്ചതും പാർവതി ഒരു പതർച്ചയോടെ തല ഉയർത്തി. ഞാനല്ല അമ്മായി. കള്ളം പറയേണ്ട പാർവതി. ആദ്യമായാണ് അമ്മ പാർവതി എന്ന് അവളെ പേരെടുത്ത് വിളിക്കുന്നത്. ഞാനാ. അവൾ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ ധ്രുവി അവളുടെ കൈ അവൻ്റെ മുഖത്ത് പതിച്ചിരുന്നു. നിന്നെ ഞാൻ പറഞ്ഞതല്ലേ, പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലടി ഞാൻ. എന്നിട്ട് ചതിച്ചല്ല നീ നന്നായി എന്ന് കരുതി ഞാൻ വിടി. എന്നെ നീ പൊട്ടനാക്കുകയാണോ? അത് ചോദിക്കുമ്പോൾ ധ്രുവിയുടെ ശബ്ദം നന്നേ ചിലമ്പിച്ചിരുന്നു. പറഞ്ഞ നീ എന്തിനെ വെക്ക് വേണ്ടി കള്ളം പറഞ്ഞേ? പറയാൻ. ധ്രുവി വർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ചേച്ചി അറിയാതെ ചെയ്തതാ, അതാ ഞാൻ. അവൾ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ദത്തൻ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടി പുന്നരം മോളെ കള്ളം പറയരുതെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചിട്ട് നീ കള്ളം പറഞ്ഞു. ഇറങ്ങിക്കോണം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന്. ദത്തൻ അലറി. ഞാൻ മിണ്ടിപ്പോരുത്, ഇറങ്ങ്, എങ്ങോട്ടാന്ന് വെച്ച പൊക്കോ. അത് പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പറയുന്നു കേക്ക്, പ്ലീസ് പോവല്ലേ. ദത്ത പിന്നിൽ നിന്നും ഉറക്കെ കരഞ്ഞുവെങ്കിലും ദത്തൻ തിരിഞ്ഞു പോലും നോക്കാതെ റൂമിലേക്ക് പോയി. ഇനി നിന്നോട് കള്ളം പറയില്ല, സത്യം. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കും പ്ലീസ്. എന്തൊക്കെ പറഞ്ഞിട്ടും ദത്തൻ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല.
വാർണയുടെ കരഞ്ഞുള്ള ആ വിളിയിൽ ദത്തൻ ഒരു നിമിഷം നിന്നു. ശേഷം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. വാർണ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം പൊത്തി നിലത്തിരുന്ന് കരയുന്നത് കണ്ട് അവിടെ കൂടെ നിന്നവരുടെ മുഖത്ത് പോലും സങ്കടം നിറഞ്ഞു. തോളിൽ ഒരു തണുത്ത സ്പർശം അനുഭവപ്പെട്ടതും വർണ്ണ തല ഉയർത്തി നോക്കി. മോള് സങ്കടപ്പെടാതെ, ഏട്ടൻ്റെ ഒപ്പം വാ. അവൻ ദേഷ്യം മാറുമ്പോൾ മോളെ വന്ന് വിളിക്കും. ധ്രുവി അവളെ താഴെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ അവനെ വിട്ടു വരില്ല. ഏട്ടനൊന്നും അവനോട് പറ ക്ഷമിക്കാൻ എന്നോട്. ഞാനിനി ഒരിക്കലും കള്ളം പറയില്ല. പറഞ്ഞ കൈകൂപ്പി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ മറ്റാരേക്കാളും നന്നായി അവനറിയാലോ. അവൻ മോളുടെ അരികിലേക്ക് തന്നെ വരും. അവന് കുറച്ച് സമയം കൊടുക്ക്. അതുവരെ നമുക്ക് തറവാട്ടിൽ നിൽക്കാം. അത് പറഞ്ഞ് ധ്രുവി അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. ഞാൻ വർണ്ണയെ കൊണ്ടുപോവാണ്, മുത്തശ്ശിയെ നോക്കി പറഞ്ഞുകൊണ്ട് ധ്രുവി മുന്നോട്ട് നടന്നു. ധ്രുവി, അവൻ പോകുന്നുകൊണ്ട് നിലത്തിരുന്ന പാർവതി ഉറക്കി വിളിച്ചു. എന്നാൽ അവൻ കേൾക്കാത്ത പോലെ വർണ്ണയും കൊണ്ട് പുറത്തേക്ക് നിൽക്കുകയാണ് ചെയ്തത്. ധ്രുവി, ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്നെ ചതിച്ചതാ. അവൾ കരഞ്ഞുകൊണ്ട് അവൻ പിന്നാലെ ഓടി. മുന്നിൽ നിന്നും മാറിയിരിക്കും പാർവതി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ പറയുന്ന നീയെങ്കിലും ഒന്ന് കേൾക്ക് ധ്രുവേ, വിശ്വസിക്കന്നെ. ഇല്ല, ഞാൻ ഒരു വട്ടം നിന്നെ വിശ്വസിച്ചു. അതിനുള്ള പ്രതിഫലം നീ തന്നെ എനിക്ക് തന്നു. ഇനി ഒരു പൊട്ടരാകാൻ എനിക്ക് വയ്യ. നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക്. ധ്രുവി, നീ തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത് മറ്റാരാക്കാളും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എന്നിട്ട് എന്താ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാത്ത? മുന്നോട്ട് പോവാൻ നിന്ന ധ്രുവിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് പാർവതി കരയാൻ തുടങ്ങി. പാർവതി! മുത്തശ്ശിയോടുള്ള ദേഷ്യത്തോടുള്ള വിളിയിൽ തറവാട്ടിലുള്ള മറ്റുള്ളവരും ഒന്ന് ഭയന്നുപോയി. ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് മതിയായില്ലേ നിനക്ക്? അവർ പോവാൻ അനുവദിക്കേ? മുത്തശ്ശി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. മുത്തശ്ശി, ഞാൻ മിണ്ടി പോവരുത്. നീ ഈ തറവാട്ടിൽ മറ്റാരേക്കാളും ഞാൻ സ്നേഹം നൽകിയതും സ്വാതന്ത്ര്യം നൽകിയതും നിനക്കാണ്. എന്നിട്ടും നിനക്കെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി? മുത്തശ്ശിയുടെ ശബ്ദത്തിൽ പാർവതി ധ്രുവിയുടെ കാലിലെ പിടിവിട്ടു. ധ്രുവിയും വർണ്ണയും കാറിൽ കയറി പോകുന്നത് നോക്കി നിർജീവമായി ഇരിക്കാൻ മാത്രമേ പാർവതിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ടുപേരുടെ കണ്ണുകൾ മാത്രം സന്തോഷത്താൽ തിളങ്ങി. തങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവർ. വർണ്ണ എന്തിനാലേ പാർവതീനെ സപ്പോർട്ട് ചെയ്യാൻ പോയേ? അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായേ? എന്തൊക്കെ പറഞ്ഞാലും വർണ്ണ ചെയ്ത് ശരിയായില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ കമൻറ്റ് ഇട്ടോളാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ. ബൈ. താങ്ക് യു.